അടുത്തതായി ആദരണീയനായ ശ്രീ കൊല്ലം തുളസി സാറിനെ പ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു. സംപൂജ്യനായ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ സുഹൃത്തായ സന്തത സഹചാരിയായ ദൈവത്തിൻ്റെ പ്രതിനിധിയായ മുരുകഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമ്മളെയൊക്കെ കൂടെ കൊണ്ടു കിടക്കുന്ന ശ്രീ രജിത് കുമാർ, വേദിയിലുള്ള മറ്റുള്ളവരെ, എൻ്റെ മുന്നിലുള്ള മുരുക ഭക്തന്മാരെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ അഭിവാദനങ്ങൾ, ആശംസകൾ. ഞാൻ കൂടുതൽ സംസാരിക്കില്ല. കാര്യം എനിക്കറിയാം നിങ്ങളുടെയൊക്കെ ക്ഷമ കുറേയേറെ പരീക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ ഒന്ന് രണ്ട് പേർ മറ്റ് ഭാഷയിലൊക്കെ സംസാരിച്ച് നിങ്ങൾ ആ നിശബ്ദമായി കേട്ടിരുന്ന കണ്ടപ്പോൾ എനിക്ക് നിങ്ങളുടെ ആ അന്തസ്സിനെയും ആഭിജാതത്തിനെയും മര്യാദയെക്കുറിച്ചോ ഞാൻ ആലോചിച്ചു. എനിക്കൊന്നും മനസ്സിലായില്ല സത്യം പറഞ്ഞാൽ. പിന്നെ വീറോടുകൂടി നമ്മുടെ ചണ്ടാള ബാബ, അദ്ദേഹം ഞാൻ തിരുവനന്തപുരത്ത് വെച്ച് കഴിഞ്ഞ ഹിന്ദുമത സമ്മേളനത്തിൽ വെച്ച് ഞാനും ശ്രീ രജിത്ജിയൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെ സംസാരിക്കാൻ വിളിച്ചു. അദ്ദേഹം ഭയങ്കര ധാർമ്മിക രോഷത്തോടു കൂടി ഒരു കാര്യം പറഞ്ഞു. ഞാൻ ചണ്ടാളനാണ്, ഞാൻ ചണ്ടാള ബാബയാണ്, ചണ്ടാള സമൂഹത്തിൽപ്പെട്ടയാണ്, ഞങ്ങൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ സ്ഥാനമില്ല, ഞങ്ങളെ ആരും അടുക്കുന്നില്ല. ജനാർദ്ദൻ്റെ ഒരു സിനിമയിലൊരു വാക്ക്, നീ പൊന്നനപ്പനല്ലടാ തങ്കപ്പനാണ് എന്ന് പറയുന്നത്, നീ ചണ്ടാളനല്ലടാ, നീ വീരനാണ്. പുള്ളിയെ കണ്ടാൽ ചണ്ടാളനായിട്ട് തോന്നുന്നു. അദ്ദേഹത്തെ കണ്ടാൽ ചണ്ടാളനായിട്ട് ആർക്കും എനിക്ക് തോന്നിയില്ല. അവിടെ നിന്നപ്പോൾ അവിടെ നിന്ന് തൊട്ട് മുമ്പിൽ ഞാനായിരുന്നു. ഒരു കള്ളച്ചിരിയൊക്കെ ഇരിച്ചിരിക്കപ്പെട്ട് ഞാൻ ഇദ്ദേഹം ചോദിച്ചത് ആരാ? അത് ചണ്ടാള ബാബയാണ്. ഞാൻ അദ്ദേഹത്തെ നോക്കും, ഞാൻ ചണ്ടാള ബാബ, ഇദ്ദേഹത്തെ കണ്ടാൽ അങ്ങോട്ട് തോന്നുന്നില്ല. വെറുതെ എൻ്റെ ഒരു മനോഗതം ഞാൻ പറഞ്ഞു. ഇദ്ദേഹത്തിന് ശരിയാ ലുക്കല്ലല്ലോ. പിന്നെ അദ്ദേഹത്തിൻ്റെ ബുക്ക് വായിച്ചപ്പോഴാണ് എനിക്ക് തോന്നിയത് അദ്ദേഹത്തിൻ്റെ അമ്മ നായരാണെന്ന്. അത് മറച്ചു വെച്ചുകൊണ്ടാണ് അദ്ദേഹം ചണ്ടാളനാണെന്ന് പറയുന്നത്. അത് നന്നായി. നായരാന്നും പറഞ്ഞാണ് സുകുമാരൻ നായർ പഠിപ്പിക്കുന്നത്, NSS പഠിപ്പിക്കത്തില്ല, നമ്മുടെ വെള്ളാപ്പള്ളി പഠിപ്പിക്കത്തില്ല. രാജ്യത്തിനാകുന്നതിന് മുമ്പ് മുസ്ലിം അധിനിവേശത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കുറേ പേർ അങ്ങോട്ട് പോയി, കുറേ പേർ ഇങ്ങോട്ട് പോയി. പിന്നെ ഒരു മൃഗീയ ഹിന്ദു രാജ്യമുണ്ടായി, അതാണ് ഭാരതം. മൃഗീയമായ ഹിന്ദു മത വിശ്വാസികളായ നമ്മളൊക്കെ ഒരു ചെറിയ ന്യൂനപക്ഷം ആരാണ്? മുസ്ലിംസും ഉണ്ട്. പക്ഷേ മിലിറ്ററിയിൽ നമ്മളാണ് കൂടുതൽ, ഡിഫൻസിൽ നമ്മളാണ് കൂടുതൽ, റെയിൽവേയിൽ നമ്മളാണ് കൂടുതൽ, സർക്കാർ ഉദ്യോഗത്തിൽ നമ്മളാണ് കൂടുതൽ. അദ്ദേഹത്തെ പ്രസംഗിച്ചോളൂ എനിക്കത് ഫീൽ ചെയ്തു. ഞാൻ പറഞ്ഞു, ഞാൻ പരിചയപ്പെടുത്തി നിസ്സാരവൽക്കരിച്ചുകൊണ്ട്. ബാബ നമ്മുടെ ചണ്ടാള ബാബ പ്രസംഗിച്ചപ്പോൾ അദ്ദേഹത്തെ പിടിച്ചിരുത്തി. ഞാൻ ചോദ്യം ചെയ്തു, തെറ്റല്ലേ എന്ന്. എന്തുകൊണ്ടാണ് നമ്മൾ ഇത് വയ്ക്കാത്തത്? ഇതുകൊണ്ട് തന്നെ നമ്മളാരും ഒന്നിക്കുന്നില്ല. ഗുരുദേവൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, സംഘടിക്കുവിൻ ശക്തരാകുവിൻ എന്നില്ല. പക്ഷെ ഇവിടെ ഗുരുദേവൻ പറഞ്ഞ ഒരു കാര്യം സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുകയാണ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന ഒരു മാതൃകാസ്ഥാനം തന്നെയാണ് ഈ LMR ഗ്രൂപ്പ്. പറയാതിരിക്കുന്നത് പറഞ്ഞില്ല. ഈ ശക്തി ഞാൻ ഒരുപാട് മുരുകൻ്റെ ഒരു 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 വളരെ വൈകിയാണ് ഞാൻ മുരുകനെക്കുറിച്ച് പഠിക്കാനും മുരുക ഭഗവാൻ എൻ്റെ ഈശ്വരനായിട്ട് ഞാൻ അംഗീകരിക്കാൻ തുടങ്ങി. ഇദ്ദേഹത്തെ പരിചയപ്പെട്ടതിന് ശേഷം വളരെ ആകസ്മികമായിട്ട് ഞാനൊരു തിരുവനന്തപുരത്ത് ഒരിടത്തിരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ബുക്ക് ഒരാൾ എന്നെ ഇടയിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, സാർ ഇതൊന്ന് വായിക്കണം. യുഗപ്പറ വയ്ക്കുമ്പോൾ ഞാൻ വായിച്ചു നോക്കി, കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുവന്ന് വായിക്കാൻ തുടങ്ങി. നീ എന്ത് കിട്ടിയാലും വായിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. വായിച്ചു തുടങ്ങിയപ്പോൾ അങ്ങ് തുടർന്ന് വായിച്ചു. ആവേശം തോന്നി. ഞാൻ കരഞ്ഞതൊന്നുമില്ല, കാര്യം കരച്ചിലൊക്കെ ഒരുപാട് കഴിഞ്ഞില്ല. അപ്പം 76 വയസ്സായി. അപ്പം ഞാൻ ആലോചിച്ചു, ഇങ്ങനൊരു മനുഷ്യനോ, ഇതൊരു അവതാരം തന്നെയാണല്ലോ. മുരുകൻ്റെ വഴികളിലൂടെ നടക്കുകയാണ് അദ്ദേഹം. ലോകം മൊത്തം കാടും മേടും കടലും എല്ലാം താണ്ടി നടക്കുകയാണ്. അദ്ദേഹം പോയ യാത്രകളെക്കുറിച്ച്, അദ്ദേഹം എത്തിച്ച സ്ഥലങ്ങളെക്കുറിച്ച് വായിച്ചപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളൊക്കെ കോരിത്തിരിച്ചു പോയി. ഗുഹയ്ക്കുള്ളിൽ ഏതോ ഒരു സ്ഥലത്ത് പോയിട്ട് ഇല്ല എന്ന് മടങ്ങുമ്പോൾ, ഇല്ല എനിക്കിവിടെ ഉണ്ട്, ഈ അമ്പലം ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് വീണ്ടും പോയി വായിച്ചു നോക്കണം നിങ്ങളത്. നമുക്കൊക്കെ വേണ്ടി അദ്ദേഹം പ്രവർത്തിക്കണം, നമുക്ക് വേണ്ടിയല്ല, നമ്മുടെ രാജ്യം. അദ്ദേഹത്തിൻ്റെ ഒരു സ്ലോഗനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നാണ് നമ്മളെയൊക്കെ പഠിപ്പിച്ച്. അദ്ദേഹം പറയും, എനിക്ക് അങ്ങനെയൊന്നുമില്ല, എൻ്റെ രാജ്യം നന്നായാൽ മതി, എൻ്റെ ഭാരതം നന്നായാൽ മതി എന്ന് അദ്ദേഹം പറഞ്ഞു. അതാണ് എനിക്കിഷ്ടപ്പെട്ടു. നാട് നന്നാക്കുന്ന, പിന്നെ ആദ്യമേ വീട് നന്നായിട്ട് നാട് നന്നാക്കിയാൽ മതി. നമുക്കെല്ലാവർക്കും അങ്ങനെ. നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും
ഓരോ ലക്ഷ്യത്തിലാണ് വന്നിരിക്കുന്നത് എനിക്കറിയാം. വെറുതെ ആരും വന്നിരിക്കുന്നുമല്ല. ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളുണ്ട്, ഓരോ വികാരങ്ങളുണ്ട്, ഓരോ പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ നടക്കുമോ എന്നുള്ള പരീക്ഷണത്തിനാകാം, നിരീക്ഷണത്തിനാകാം, വിശ്വാസമാകാം, എല്ലാമാകാം. ഞാനും അങ്ങനെ തന്നെ അവിടെ വന്നത്. എനിക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്. പ്രധാന പ്രശ്നം എൻ്റെ രോഗമാണ്. കുറേ രോഗങ്ങളുണ്ട്, മൃഗീയ ക്യാൻസർ, അങ്ങനത്തെ കുറേ രോഗങ്ങളുണ്ട്. ആരും മാറി കിട്ടുമോ? ഞാൻ പറഞ്ഞു, രജിതി ഒന്ന് പ്രാർത്ഥിക്കണം, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, എൻ്റെ അസുഖങ്ങളൊക്കെ ഒന്ന് മാറിക്കാൻ, പൂർവ്വസ്ഥിതിയിൽ എനിക്ക് എത്തണം. ഞാൻ കഴിഞ്ഞവൺ ഇവിടെ വരുമ്പോൾ നടക്കാൻ വയ്യ, ഈ സ്റ്റെപ്പൊക്കെ കയറുമെന്ന് ഞാൻ മുരുക 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 എന്ന് പിടിച്ചുകൊണ്ട് കണ്ണു പിടിച്ച് ഞാൻ സ്റ്റെപ്പ് കയറാൻ തുടങ്ങി. 2 സ്റ്റെപ്പ് കയറിയപ്പോൾ എനിക്ക് കയറാൻ പറ്റുന്നില്ല. എന്നെ പിടിച്ചു കയറ്റാൻ ആരുമില്ല. അപ്പോൾ ഏതോ ഒരു ചെറുപ്പക്കാരൻ വന്ന് ഞാൻ കൈ താളത്തെ പിടിച്ചപ്പോൾ എൻ്റെ കൈ പിടിച്ച്, ആരാന്ന് എനിക്കറിയില്ല, അദ്ദേഹത്തെ പിടിച്ച് എന്നെ മേളിൽ കയറ്റി. മേളിൽ കൊണ്ടിരുത്തിയിട്ട് അദ്ദേഹം വണക്കം സാർ എന്ന് പറഞ്ഞു പോയി. ആരാന്ന് എനിക്ക്, ഞാൻ വിശ്വസിക്കുന്നു അത് സാക്ഷാൽ ശ്രീ മുരുക ഭഗവാൻ തന്നെയാണെന്ന്. ഞാൻ പോയി കണ്ടു. നടന്ന് ക്യൂ നിന്ന് അവിടെ നിന്നു. എന്നെ തിരിച്ചറിയുന്നില്ല. ഞാൻ സിനിമ നടന്നുള്ള അഹങ്കാരമൊക്കെ എന്ന് അവിടെ തീർന്നു. ഒരു സെലിബ്രിറ്റിയാണ്, എന്നെ പലരും തിരിച്ചറിയുമെന്ന് വിശ്വസിച്ചാൻ. പക്ഷെ ആരും അറിഞ്ഞില്ല. അവസാനം ഞാൻ നിന്ന് പറഞ്ഞപ്പോൾ ഒരു സെക്യൂരിറ്റിയിലെ ഒരാൾ അവിടെ നിന്ന് തൊഴുതോളാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഈശ്വര, മുരുകൻ്റെ ഒരു ശക്തിയെ, മുരുകൻ്റെ ഒരു ശക്തി ഞാൻ ആലോചിച്ചു. ഞാൻ മനസ്സ് തുറന്ന് അങ്ങ് പ്രാർത്ഥിച്ചു. ആദ്യത്തെ പ്രാർത്ഥന എൻ്റെ രജിത്ജിയെ കൂടുതൽ ശക്തിമത്താവനം. നഷ്ടപ്പെട്ടു പോയ ഈ കുമാരികാണ്ഡം നമുക്ക് തിരിച്ചെടുക്കണം. ഇന്ത്യ നമ്പർ 1 ആകണം. ഇന്ത്യ സാമ്പത്തികമായും സാമൂഹികമായും എല്ലാ നമ്മുടെ ആയുധത്തെ രീതിയിലെല്ലാം നമ്മൾ ഒന്നായി മാറണമെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ തുടക്കം വന്നു കഴിഞ്ഞിരിക്കുക. ഇപ്പോൾ എല്ലാവരും പറഞ്ഞു നമ്മൾ വല്ലാത്ത ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇങ്ങോട്ട് വന്നപ്പോഴും ചോദിച്ചു, ABC-യുടെ എന്തെങ്കിലും പുതിയ ന്യൂസ് ഉണ്ട്. ആകാംക്ഷയാണ്. ഒരു യുദ്ധം വേണമെന്ന് കൊതിക്കുന്നവനെ ഞാനിപ്പോൾ ഈ യവന്മാരൊന്ന് ഒതുക്കണം. ഇതോടുകൂടി ഈ രാജ്യം നശിക്കണം. പാകിസ്ഥാൻ എന്ന രാജ്യം നശിക്കണം. എത്ര കോടി രൂപയല്ലേ നമ്മൾ ഈ ഡിഫൻസിന് വേണ്ടി ചിലവാക്കുന്നത്. ഈ പൈസ ഉണ്ടായിരുന്ന നമ്മളുടെ ഇന്ത്യയുടെ സ്ഥിതി എന്തായിരുന്നു? അതുകൊണ്ട് ഈ രാജ്യം തകർക്കണമെന്നാണ് ആഗ്രഹിക്കുന്നതാണ് ഞാൻ. എനിക്കും ഒരു പ്രാർത്ഥനയുണ്ട്, കുറച്ച് നാളും കൂടെ ജീവിക്കണമെന്ന്. ഇപ്പോൾ 75-76 വയസ്സായി. ഇനി ഒരു 25 കൊല്ലം കൂടി ഇരുത്തണമെന്നാണ് എൻ്റെ ഭാഗത്ത്. അത് തരും. ഇരുന്നിട്ട് ഏതായാലും നിങ്ങളെല്ലാവരും ഈ ഒരു ശക്തി വലുതാക്കണം. നിങ്ങളുടെയൊക്കെ ഈ ക്ഷമയും ഈ സഹകരണം കാണുമ്പോൾ, എൻ്റെ കൂടെ കഴിഞ്ഞുകൊണ്ടൊരു വലിയ നേതാവ് ഇവിടെ വന്നപ്പോഴും അദ്ദേഹം ചോദിച്ചു, എൻ്റെ തുളസി സാറേ, എന്താ ഞാൻ ഈ കാണുന്നത്? ഒരു മെസ്സേജ് കൊണ്ട് ഇത്രയും പേർ വരണമെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ശക്തി എന്താണ്? ഞാൻ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ശക്തി മുരുകൻ്റെ ശക്തിയാണ്. മുരുകൻ കൊടുത്ത ശക്തി ആരും വിളിച്ചിട്ടോ പണം കൊടുത്തിട്ടൊന്നുമല്ല. ഇവിടെ അഡ്മിഷൻ ഫീസോ ഒന്നുമില്ല, രജിസ്ട്രേഷൻ ഫീസ് രജിസ്റ്റർ ചെയ്യണമെന്നേ ഉള്ളൂ. ഈ ശക്തി നമുക്ക് ഒന്നാകണം. കൂടുതൽ ശക്തിമത്താവട്ടെ. ഞാൻ കൂടുതൽ ABC ചാനലിൽ പുതിയ ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ ചാനൽ ഞാൻ കണ്ടാണ് രജിത്ജിയെ കൂടി കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചത്. വളരെ കൗതുകത്തോടെ ഞാനിതെല്ലാം കാണും. വരില്ല, നിങ്ങളും കാണണം. ഒറ്റ കുഴപ്പമേ ഉള്ളൂ, ഇടയ്ക്കിടയ്ക്ക് പറയും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയും. അതേ വേറെ കുഴപ്പമൊന്നുമില്ല. ഏതായാലും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങളുടെ ക്ഷമ ഇനി പരീക്ഷിക്കാൻ ആരുമില്ലെന്ന് എല്ലാവർക്കും നന്ദി കൊടുക്കുന്ന. നാളെ ഒരു മഹായാഗം നടക്കുകയാണ്. ഈ യാഗത്തിൽ മനസ്സ് തുറന്നങ്ങ് സമർപ്പിച്ചേക്കണം. മുറുകെ പിടിച്ചേക്കണം. കാലിലങ്ങ് പച്ചെറുമ്പ് കറുകെ പിടിച്ചതിന് മുറുകെ പിടിച്ചേക്കണം. വിടരുത്. ചിലപ്പോൾ കുടയും. മുറുകെ പിടിച്ച് മുരുക പിടിച്ചേക്കണം. ഞാനങ്ങനെ മുറുകെ പിടിച്ചു. ഞാൻ ഒരുപാട് ദൈവങ്ങളെ പിടിച്ചിട്ടുണ്ട്. സകല ദൈവങ്ങളെ പിടിച്ചുകൊണ്ട് ഇപ്പോൾ അവസാനം മുരുകനെ പിടിച്ചിരിക്കുന്ന ആ പിടി ചിലപ്പം എന്നെ കൊണ്ടേ പോകത്തുള്ളൂ എന്ന് തോന്നുന്നു. അതുകൊണ്ട് എല്ലാവർക്കും നന്മ നേരുന്നു. എല്ലാവർക്കും പ്രാർത്ഥന അർപ്പിക്കുന്നു. നമസ്കാരം. എല്ലാ ആശംസകളും അഭിവാദനങ്ങളും. താങ്ക് യു.